ഹലോ ഗേസ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടൂരിലെ പ്രാന്തപ്രദേശ ജനങ്ങൾക്കും ആശാകേന്ദ്രമായിരുന്ന ഒരു ആതുരാലയം ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് വണ്ടൂർ കരുണാലയ ഹോസ്പിറ്റൽ. 1952 അമേരിക്കക്കാരനായ ഓട്ടൻ സാഹിബ് നിർമ്മിച്ചതാണ് ഈ കരുണാലയ ഹോസ്പിറ്റൽ. വളരെ പ്രൗഢഗംഭീരമായി നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു വണ്ടൂർ കരുണാലയ ഹോസ്പിറ്റൽ. പാവങ്ങൾക്ക് വളരെയധികം ആശാകേന്ദ്രമായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു വണ്ടൂർ കരുണാലയ ആശുപത്രി. ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിന്നിട്ട് വളരെ വർഷങ്ങളായി. 1902 സ്ഥാപിതമായ ഈ സ്ഥാപനം വളരെ അധികം വർഷം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മുഖവിലക്ക് പറയുന്നതല്ല, നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന, വളരെയധികം പാവങ്ങൾക്ക് ആശാകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു ആതുരാലയമായിരുന്നു ഈ വണ്ടൂർ കരുണാലയ ആശുപത്രി. മാറി മാറി വരുന്ന മാനേജ്മെൻറ്റിൻ്റെ കൊള്ളരുതായ്മ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടായിരിക്കുകയില്ല. ഓരോ വർഷം കഴിയുന്തോറും ഈ ആശുപത്രി പ്രൗഢികൾ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇടക്കാലങ്ങളിൽ ഈ ആശുപത്രി വളരെയധികം സങ്കടത്തോടെ പറയുകയാണ്, ഈ ആശുപത്രി ഒരു പൂട്ടിയിടേണ്ട അവസ്ഥയിൽ വന്നു. ഇപ്പോൾ നിലവിൽ പൂട്ടിയിട്ടിട്ട് വളരെ വർഷങ്ങളായി. അതോടുകൂടി ഈ ആശുപത്രിയുടെ പ്രവർത്തനം നിന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ തിക്താനുഭവം അനുഭവിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരായിരുന്നു. നാട്ടുകാർക്ക് എപ്പോഴും ഓടി വരാനും വളരെയധികം നല്ല രീതിയിൽ ചികിത്സ ലഭിക്കാനും ഉള്ള ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ വണ്ടൂർ കരുണാലയ ആശുപത്രി. ഈ ആശുപത്രിയിലേക്ക് കയറി വരുന്ന പ്രധാന വഴിയാണ് ഈ കാണുന്നത്. OP-യിലേക്കുള്ള വഴിയാണ്. കാടൊക്കെ മൂടപ്പെട്ടതിനാൽ അവിടേക്ക് പ്രവേശിക്കാൻ വളരെയധികം പ്രയാസമുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഇത് പ്രധാന OP പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെയായിരുന്നു നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള OP പ്രവർത്തിച്ചിരുന്നത്. താഴത്ത് നിന്ന് കയറി വരുന്ന പ്രധാന വഴിയാണ് ഇത്. വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ പോകാനുള്ള ഒരു റോഡാണ് ഈ കാണുന്നത്. ഈ റോഡ് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു പള്ളിയാണ് ക്രിസ്ത്യൻസ് ദേവാലയം. ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്രിസ്ത്യൻ പള്ളിയുടെ തൊട്ട് അടുത്ത് തന്നെ ഈ കോമ്പൗണ്ടിലാണ് മഹാനായ ഓട്ടൻ സാഹിബിനെ അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കല്ലറയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മരിച്ചത് 1985 ജനനം ഇതിൽ റെക്കോർഡ്പരമായിട്ട് കാണിക്കുന്നത് 1924 അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് വണ്ടൂർ കരുണാലയ ഹോസ്പിറ്റലിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അവരുടെ സഹപ്രവർത്തകർ അത് ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഈ പള്ളി കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തേക്കാണ്. വളരെയധികം ഫലഭൂയിഷ്ഠമായ മരങ്ങൾ ഉള്ള ഒരു കോമ്പൗണ്ടും മുറ്റവുമായിരുന്നു ഇത്. ഇപ്പോൾ അതെല്ലാം മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു.
ഇവിടെ രോഗികൾക്ക് വന്ന് ഇരിക്കാനും ജനങ്ങൾക്ക് വിശ്രമിക്കാനും അതുപോലെ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും വളരെ അധികം അന്തരീക്ഷ സുഖമുള്ള ഒരു സ്ഥലമായിരുന്നു ഈ കോമ്പൗണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന ഈ ആശുപത്രിയുടെ അകത്തേക്ക് ഇപ്പോൾ ആർക്കും തന്നെ ധൈര്യപ്പെട്ട് കയറാൻ വളരെയധികം പേടിയാണ്. കാരണം പകൽ വെളിച്ചത്തിൽ പോലും വന്യജീവികളുടെ ശല്യമുള്ള ഒരു സ്ഥലമാണ് ഈ ആശുപത്രിയുടെ കോമ്പൗണ്ടും അതിനടുത്തുള്ള കെട്ടിടങ്ങളും ഉൾവശവും ഒക്കെ. ഇതിപ്പോൾ വളരെയധികം കാലമായി ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു. ആരും തന്നെ നോക്കാനോ ഇരിക്കാനോ ശ്രദ്ധയില്ല. ആർക്കും അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പല ഭാഗവും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ട്. ധൈര്യമായിട്ട് ഈ ഭാഗത്തു കൂടെ നടക്കാൻ പേടിയാണ്. എപ്പോഴാണ് ഇത് തലയൊക്കെ പൊളിഞ്ഞ് തലയിലേക്ക് വീഴുക എന്ന് പറയാൻ പറ്റുകയില്ല. അത്തരത്തിലുള്ള അവസ്ഥയിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. പ്രധാനമായി രോഗികളെ അഡ്മിറ്റ് ചെയ്തിരുന്ന വാർഡുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഇവിടെ രോഗികളെ കൊണ്ട് നിറഞ്ഞിട്ട് ഈ ആശുപത്രിയുടെ വരാന്തയിൽ പോലും കിടക്കാൻ സൗകര്യമില്ലാത്തത് കാരണം ഈ ആശുപത്രിയുടെ മെയിൻ റോഡിൻ്റെ മുൻവശത്ത് ഒരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് പറയാനുണ്ട്. വാർഡിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങുന്നത് അവിടെ മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയായിരുന്നു വണ്ടൂരിലെ ക്ഷയരോഗം പിടിപെട്ട് വരുന്ന രോഗികളെ കിടത്തി ചികിത്സിക്കുന്നത്. ക്ഷയരോഗം വന്ന രോഗികൾക്ക് വളരെയധികം ആശാകേന്ദ്രമായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു വണ്ടൂർ കരുണാലയ ഹോസ്പിറ്റൽ. കാടൊക്കെ മൂടിക്കിടക്കുന്നത് കാരണം അങ്ങോട്ട് പോകാൻ തന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു വഴിയിലൂടെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാമെന്ന് നോക്കാം. പന്നിശല്യം അതുപോലെ മറ്റ് ഇഴജന്തുക്കൾ എല്ലാം വസിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ കരുണാലയ ഹോസ്പിറ്റൽ. ഇവിടുത്തെ ആംബുലൻസും കാറുകളുമൊക്കെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ആശുപത്രിയെക്കുറിച്ച് പല വീഡിയോകളും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പും അതിന് ശേഷവും പല ആളുകളും പല വീഡിയോകളും ഈ ആശുപത്രിയെക്കുറിച്ച് ചെയ്തത് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാടൊക്കെ മൂടിപ്പെട്ട് കിടക്കുന്നത് കാരണം ഈ TV വാർഡിലേക്ക് ഒന്ന് പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെയധികമുണ്ട്. എങ്കിലും കൂടി ഒന്ന് കഷ്ടം സഹിച്ചുകൊണ്ടായാലും ജനങ്ങൾ ഒന്ന് കാണട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയായിരുന്നു നമ്മുടെ TV വാർഡ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ചുമരും മേൽക്കൂരയും എല്ലാം പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. ഈ ആശുപത്രിയിലേക്ക് ആവശ്യമായ വെള്ളം ശേഖരിച്ചിരുന്ന ടാങ്കാണ് ഈ കാണുന്നത്. കരിങ്കലിൽ കൊണ്ടാണ് അതിൻ്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയുടെ കിഴക്ക് വശത്ത് തന്നെ ആയിരുന്നു വണ്ടൂർ നമ്മുടെ BMC ഹൈസ്കൂൾ. വെള്ള ടാങ്കിനോട് അനുബന്ധിച്ച് തന്നെ ഒരു കെട്ടിടമുണ്ടായിരുന്നു. അതും തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ അവസ്ഥയിലാണ് കാണുന്നത്. ഈ TV വാർഡിനോട് അടുത്ത് തന്നെ ആയിരുന്നു ഒരു പേ വാർഡും സ്ഥിതി ചെയ്തിരുന്നു. അതും തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിരിക്കുകയാണ്. ഈ TV വാർഡിനോട് നേരെ താഴത്തേക്ക് ബാക്ക് വശത്ത് കൂടെ പോന്നാൽ ഇവിടെ ഒരു ശ്മശാനമുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരെയും ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും, ജീവനക്കാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ആളുകളെയും അടക്കം ചെയ്തിരുന്ന ഒരു ശ്മശാനം ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഈ ആശുപത്രിയുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്.
ഇവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയം ഉണ്ടായിരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു കല്ലറയും ഉണ്ടായിരിക്കുമല്ലോ. ആ കല്ലറയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നല്ലവരായ കുറേ ജനങ്ങൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ ആശുപത്രിയുടെ നന്മകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങുന്ന കാര്യമല്ല പറയാനുള്ളത്. എങ്കിലും പഴയ കാലത്ത് ഈ ആശുപത്രിയിലേക്ക് വരുന്ന വളരെയധികം പാവപ്പെട്ട ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഗർഭാവസ്ഥയിൽ വരുന്ന സ്ത്രീകൾക്ക് പ്രസവിക്കാനും പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരെയും നല്ല ചികിത്സയായിരുന്നു. അതുമൂലം തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അമേരിക്കൻ നിർമ്മിതമായ ഫുഡ് ഐറ്റംസ്, പൊടി ഐറ്റംസ്, പാൽപ്പൊടി പാക്കറ്റ്, അതുപോലെ വിലപ്പെട്ട കമ്പിളി വസ്ത്രങ്ങൾ, കുട്ടികൾക്ക് ധരിക്കാനും രോഗിക്ക് ധരിക്കാനുമുള്ള കമ്പിളി വസ്ത്രങ്ങൾ, അതുപോലെ നല്ല നല്ല ഫുഡുകൾ, സോപ്പുകൾ എല്ലാം ഇവിടുന്ന് സൗജന്യമായി കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു വഴിയാണ് ഈ ആശുപത്രിയിലേക്ക് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് മേരി എസ്റ്റൻ ഓട്ടൻ ബ്ലോക്ക്. ആശുപത്രിയുടെ കോമ്പൗണ്ടിനോട് ചാരി ഏകദേശം അടുത്ത് തന്നെ പടിഞ്ഞാറ് ഭാഗത്തായി ഈ ഹോസ്പിറ്റലിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന സ്റ്റാഫിനും വിശിഷ്യ ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ മറ്റുമല്ല ഗസ്റ്റുകളും വന്നാൽ താമസിക്കാനുള്ള ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 മഹാനായ ഓട്ടൻ സാഹിബിൻ്റെ മകൻ ഈ ആശുപത്രിയും പരിസരവും വീക്ഷിക്കാൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ജനങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനമായിരുന്നു. കാരണം ഈ ആശുപത്രി തുടങ്ങണം എന്നുള്ള ഒരു വാർത്തയുമായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. വന്നു പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി. 3 മാസത്തിനുള്ളിൽ താൽക്കാലികമായി ഒരു ക്ലിനിക്ക് എന്ന രൂപത്തിൽ ഇവിടെ തുടങ്ങും എന്നുള്ള വാഗ്ദാനമായിരുന്നു അദ്ദേഹം തന്നിരുന്നത്. ഇവിടുത്തെ പല ക്ലബ്ബുകളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇത് വീണ്ടും തുറക്കണമെന്നുള്ള വാർത്തയുമായി ഒരു നിവേദനം നൽകിയിരുന്നു. അദ്ദേഹം അന്ന് ഉറപ്പ് തന്നതാണ് 3 മാസത്തിനുള്ളിൽ ഈ ആശുപത്രി തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളത്. ആശുപത്രിയുടെ കോമ്പൗണ്ടിൻ്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു ഈ ബംഗ്ലാവൊക്കെ സ്ഥിതി ചെയ്യുന്നത്. എല്ലാം ഇപ്പോൾ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വന്നപ്പോൾ തന്ന വാഗ്ദാന പ്രകാരം 3 മാസത്തിനുള്ളിൽ പണി തുടങ്ങും, ആശുപത്രി പ്രവർത്തനം തുടങ്ങും എന്നുള്ള രീതിയിൽ ഇവിടെ പല വികസന പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി. അതും ഒന്നും ഇവിടെ ഫലം കണ്ടതായിട്ട് കാണുന്നില്ല. ഈ ആശുപത്രിക്ക് അകത്തും പുറത്തുമായി പഴയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാവരും ഈ സാധനങ്ങൾ എല്ലാം ഇവിടെ നീക്കം ചെയ്തു. തന്നെയുമല്ല, വേദനാജനകമായ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഓർമ്മ വരുന്നത്. കാരണം ഈ ആശുപത്രിയിലേക്ക് കയറിയാൽ വളരെ അധികം സുഖസുന്ദരമായ കാലാവസ്ഥയും വന്നിരിക്കാനും ജനങ്ങൾക്ക് കാണാനും കൺകുളിർക്കെ കാണാനും പറ്റിയ ഒരു കൗതുകകരമായ കാഴ്ചയായിരുന്നു ഈ വനങ്ങളും എല്ലാം. ഇപ്പോൾ ഈ മരങ്ങൾ, വളരെ അധികം വിലപ്പെട്ട മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. എന്താണ് യാഥാർത്ഥ്യം എന്ന് ആർക്കും അറിയുകയുമില്ല. ഒരു ഓപ്പൺ AC-യിലേക്ക് വരുന്ന പ്രതീതിയായിരുന്നു ഈ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് കയറിയാൽ. ഇപ്പോൾ പല മരങ്ങളും ഇവിടെ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ടത് കൊണ്ട് ഇപ്പോൾ തന്നെ വലിയ ചൂടും എല്ലാം അനുഭവിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് എന്നുള്ള വേദനാജനകമായ ഒരു കാര്യമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്.
ഈ ആശുപത്രിയുടെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പോൾ നിലവിലുള്ള വണ്ടൂർ ഇംഗ്ലീഷ് മീഡിയം ഓട്ടൺ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു സവിശേഷതയും കൂടി ഒരിക്കൽ കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ആശുപത്രിയിൽ വിഷചികിത്സക്ക് പ്രത്യേകമായും എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ വണ്ടൂർ കരുണാലയ ആശുപത്രി. ഏത് തരത്തിലുള്ള വിഷജന്തുക്കൾ പാമ്പ് കടിയേറ്റാൽ ഇവിടെ വന്നാൽ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ചികിത്സ ആയതുകൊണ്ട് ഇവിടേക്ക് നിരവധി കേസുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അന്നൊക്കെ നല്ല രീതിയിൽ വിഷചികിത്സയ്ക്ക് ഇവിടെ ഉള്ള ഒരു ആതുരാലയമായിരുന്നു വണ്ടൂർ കരുണാലയ ആശുപത്രി. അതുപോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, TB പിടിച്ചാൽ, അതായത് ക്ഷയരോഗം പിടിപെട്ടാൽ സൗജന്യമായി നല്ല രീതിയിൽ ചികിത്സ ലഭിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു കരുണാലയ ആശുപത്രി. അതുപോലെ ക്ഷയരോഗം പിടിപെട്ടവരെ മൊബൈൽ വാഹനം നിലനിർത്തിക്കൊണ്ട് പല കേന്ദ്രങ്ങളിലേക്കും പോയിക്കൊണ്ട് ഈ ആശുപത്രിയുടെ ഡോക്ടേഴ്സും ജീവനക്കാരും ആംബുലൻസിൽ പോയി പല സ്ഥലങ്ങളിലും ചികിത്സിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. അത് എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് വളരെയധികം തീരാ നഷ്ടമാണ് ഭവിച്ചുകൊണ്ടിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഈ കെട്ടിടം ഇതുപോലെയൊന്നുമല്ലായിരുന്നു. ഇവിടെയായിരുന്നു ക്ലിനിക്ക് രൂപത്തിൽ ഇപ്പോൾ ആശുപത്രി തുടർന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നത്. അതുമൂലം കുറച്ചൊക്കെ റിപ്പയർ വർക്കുകളും ഒക്കെ ഇവിടെ നടന്നു. ഓടൊക്കെ പൊളിച്ചു മാറ്റി, പഴയ പട്ടികയും ഒക്കെ എടുത്തു മാറ്റി, തൽക്കാലം ഇരുമ്പിൻ്റെ പട്ടകളൊക്കെ നിർമ്മിച്ച് ഓടൊക്കെ മാറ്റി നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ആശുപത്രിയോ ക്ലിനിക്കോ എന്നെങ്കിലും തുടങ്ങുമോ അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങുമെന്നോ പറയാൻ ആർക്കും ഒരു ധൈര്യം വരുന്നില്ല. ആരും പറയുന്നുമില്ല. എല്ലാവരും കൈ മലർത്തുകയാണ്. പഴയ OP പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. ഈ OPയിൽ നിന്ന് റോഡിലേക്ക് കാണുന്ന കാഴ്ചയാണ് ആ കാണുന്നത്. OPയിൽ നിന്നാൽ വണ്ടൂർ കരുണാലയ ആശുപത്രിയുടെ മുൻവശമാണ് ആ കാണുന്നത്. അവിടുത്തെ റോഡ് ഭാഗത്തുള്ള കെട്ടിടങ്ങളും വാഹനങ്ങളും ഒക്കെ പോകുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇനിയെങ്കിലും ഈ ആശുപത്രി, ഈ വീഡിയോ എത്തേണ്ടവർക്ക് അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തുറന്ന് പ്രവർത്തിച്ചാൽ, പഴയ പ്രൗഢിയില്ലെങ്കിലും ഒരു ക്ലിനിക്ക് രൂപത്തിലെങ്കിലും ഇതൊന്ന് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെയും എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവിടെ നാട്ടുകാരും തയ്യാറാണ്, ഇവിടുത്തെ ജനങ്ങളും തയ്യാറാണ്. മറ്റുള്ള എല്ലാ വ്യക്തികളും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇത് തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇതൊന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള സന്മനസ് ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അഷ്റഫ് കള്ളിയിൽ, വണ്ടൂർ കരുണാലയപ്പടി. ഈ ആശുപത്രി സംബന്ധമായിട്ട് വല്ല പരിപാടികൾ നടക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഒരു സ്റ്റേജായിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ ആശുപത്രിയുടെ കെട്ടിടങ്ങളുടെ പല ഭാഗത്തെ ഭിത്തികളും കരിങ്കല്ലിൽ നിർമ്മിതമായതാണ്. വളരെയധികം നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ചുമർ ഭിത്തികളാണ് ഈ കാണപ്പെടുന്നത്. നല്ല കായ്ഫലം തന്നിരുന്ന പല മാവുകളും ഇവിടെ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. എന്നെങ്കിലും ഈ ആശുപത്രി ഒന്ന് തുറന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്
തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.